ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിലാണ്. ഈ കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ.പി. ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അതേസമയം രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ തന്ത്രി കണ്ഠരർ രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിക്കും. റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെ SIT കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, ഈ ശബരിമല ക്ഷേത്രക്കൊള്ളയിൽ ഇന്ന് സംഭവിക്കാനിടയുള്ള വാർത്തകൾ എന്താണ്? ഈ ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ അങ്ങോട്ടേക്ക് പോയുള്ള പരിശോധനയൊക്കെ ആവശ്യമായി വരില്ലേ ഷഫീദ്? അശ്മി, ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ മിനിഞ്ഞാന്നാണ് തിരുവനന്തപുരം SP ഫോർട്ട് മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കെ.പി. ശങ്കരദാസിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ടെത്തി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെയാണ് സാധാരണഗതിയിൽ ഒരു നടപടിക്രമമാണ് ഈ റിമാൻഡിലായാൽ അവരെ ജയിൽ കസ്റ്റഡിയിലേക്ക് വിടണം, അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കാണ് വിടേണ്ടത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ കെ.പി. ശങ്കരദാസിന്റെ ആരോഗ്യം അത് വളരെ രൂക്ഷമാണ്. അദ്ദേഹം കുറെ കാലങ്ങളായി ഈ അസുഖബാധിതരായ ചികിത്സയിലാണ്, പാരലൈസ്ഡ് ആണ്. സ്വാഭാവികമായും ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം കെ.പി. ശങ്കരദാസിനെ SP മെഡിഫോർട്ട് ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിക്കും. അതിനുശേഷം അവരായിരിക്കും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണോ അതല്ല നിലവിൽ തുടരുന്ന ചികിത്സയിൽ തന്നെ തുടരണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും കെ.പി. ശങ്കരദാസ് അടക്കമുള്ള ആളുകൾ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരിക്കെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. മാത്രമല്ല ഒപ്പിട്ടത്തിലടക്കം കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നുള്ള കാര്യം അത് SIT അവരുടെ റിപ്പോർട്ടുകളടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കെ.പി. ശങ്കരദാസിന്റെ കാര്യത്തിൽ ഇന്ന് ആ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതേസമയം തന്ത്രിയെ രണ്ടാം കേസിലും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. തന്ത്രിയുടെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് അന്വേഷണ സംഘം തീരുമാനമെടുക്കും. മാത്രമല്ല തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പും അനിവാര്യമെന്നാണ് SITയുടെ നിലപാട്. ഹാഷ്മി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.